നമ്മുടെ ഇന്ത്യൻ നിയമം ആരെ രക്ഷിക്കാനും ആരെ ശിക്ഷിക്കാനുമാണ് ഈ പണിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കാരണം ഈ അടുത്ത് കാണാനിടയായ 3 സംഭവങ്ങളാണ് ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ജനഗണമന എന്ന സിനിമയിൽ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇത് ബീഹാറിലല്ലേ, രാജസ്ഥാനിലല്ലേ, കേരളത്തിലല്ലേ? അല്ല, ഇതൊക്കെ ഇന്ത്യയിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതോർക്കും ഇനി നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നു, ഈ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഈ നമ്മുടെ ഇന്ത്യൻ നിയമം ആരെ രക്ഷിക്കാനും ആരെ ശിക്ഷിക്കാനുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ്. മറ്റൊന്നല്ല, ഞാനൊരു വാർത്ത കണ്ടു. ഗുസ്തി താരങ്ങൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമത്തിൽ ബ്രിജ് ഭൂഷണെ കോടതി വെറുതെ വിട്ടു എന്ന കേസ്. കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചെയ്തത്. നമ്മൾ കണ്ടതാണ്. നമുക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഗോൾഡ് മെഡലൊക്കെ നേടിയ ഗുസ്തി താരങ്ങൾക്കെതിരെ തങ്ങളുടെ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ലൈംഗികാതിക്രമം നടത്തി, ലൈംഗികമായി ഉപദ്രവിക്കുന്നു എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ പരാതിപ്പെട്ട് ജന്തർ മന്ദിറിൽ വലിയ പ്രക്ഷോഭം നടത്തി. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കം ചെയ്യണം, അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഗവൺമെൻറ് അദ്ദേഹത്തെ നീക്കം ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തു. പക്ഷേ കേസിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അത്തരം കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മിഞ്ഞാന്ന് വെറുതെ വിട്ടിരിക്കുകയാണ്. വെറുതെ വിടുകയും മാത്രമല്ല, അതിൻ്റെ BJP അനുയായികൾ അദ്ദേഹത്തിന് പൂമാലയിട്ട് സ്വീകരിക്കുക കൂടി ചെയ്തു. കാരണം ഇത്രയും ആളുകൾ ഒരു വ്യക്തിക്കെതിരെ ആരോപണം, അതായത് പരാതി ഉന്നയിച്ചിട്ടും എന്ത് ചെയ്തു? കോടതി അദ്ദേഹത്തെ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിടുകയാണ് ചെയ്തത്. അതൊരു കേസ്. ഇനി മറ്റൊന്ന്, ജാർഖണ്ഡിൽ നടന്നത്. ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്ത് ജയിലിൽ പോയ പ്രതി, അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. കോടതി ജാമ്യം അനുവദിച്ചു. ബലാത്സംഗം ചെയ്ത് ജയിലിൽ പോയ പ്രതിക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ ആ പ്രതി വീണ്ടും നാട്ടിലിറങ്ങി വീണ്ടും ഒരു പെൺകുട്ടിയെ കൂടി ബലാത്സംഗം ചെയ്തു. നാട്ടിൽ വന്നിട്ട് വീണ്ടും ഒരു പെൺകുട്ടി കൂടി ബലാത്സംഗം ചെയ്തു. അപ്പോൾ ഈ കോടതി എന്തിനാണ് അദ്ദേഹം ജാമ്യത്തിൽ വിട്ടത്? വേറൊരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യാനോ? അപ്പോൾ ജാമ്യം കൊടുക്കുകയും എന്നിട്ട് അദ്ദേഹം ചെയ്തെന്താണ്? വേറൊരു പെൺകുട്ടിയെ കൂടി ബലാത്സംഗം ചെയ്തു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഈ കേസൊന്നും വലിയൊരു കേസല്ല, എത്ര വേണമെങ്കിലും ബലാത്സംഗം ചെയ്യാം, അല്ലെങ്കിൽ കോടതി പറഞ്ഞു കാണും ഇനിയും ബലാത്സംഗം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടത്. എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങി വേറൊരു പെൺകുട്ടിയെ കൂടി ബലാത്സംഗം ചെയ്തപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് കേസുണ്ട് എന്നല്ലാതെ ഇനിയും ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ ജാമ്യത്തിലിറക്കും. അതിനേക്കാൾ നല്ലത് ഇത്തരം നാറികളെ, ഇത്തരം ദ്രോഹികളെ, ഇത്തരം ചെറ്റകളെ കൊല്ലുക എന്ന് തന്നെയാണ്. അങ്ങനെ നാട്ടുകാർ ചേർന്ന് അദ്ദേഹത്തെ തല്ലിക്കൊന്നു. നാട്ടുകാർക്ക് വലിയൊരു അപ്പോൾ ഇത്ര ആളുകൾ അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ജയിലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, വീണ്ടും എന്ത് ചെയ്യും? ജാമ്യം കൊടുത്ത് വീണ്ടും ഇതേപോലെ ഈ പണിക്കിറങ്ങും. അപ്പോൾ കേസിന് വലിയൊരു ഇതില്ല, സ്ട്രോങ് കേസല്ല, നിയമത്തിന് സിസ്റ്റമിന് വലിയൊരു ഇതില്ല, നമ്മുടെ സിസ്റ്റം വെറും വീക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ജാമ്യത്തിലിറങ്ങി വീണ്ടും ഈ പണിക്കിറങ്ങിയത്. ഇനി മൂന്നാമത്തെ കേസ്, വെറും 15 വയസ്സുള്ള ആദിശേഖർ എന്നൊരു ചെക്കനെ കൊച്ചി കാട്ടാക്കടയിൽ വെച്ചിട്ട് കാർ കയറ്റി കൊന്ന കേസാണ്. പ്രിയരഞ്ജൻ എന്ന് പറയുന്ന ഈ ചെറ്റ ആ കുട്ടിയെ കൊന്നിട്ട് എന്തിന്? ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് മൂത്രമൊഴിച്ചത് ചെക്കൻ ചോദ്യം ചെയ്തു. അതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി, അതിൻ്റെ ദേഷ്യത്തിൽ പകയിൽ